സ്ഥാപനങ്ങളിൽ പ്രാർത്ഥനാമുറി വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇത് വേണോ എന്ന് വിദ്യാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്കൂൾ ഒരിക്കലും മതത്തിന് വേണ്ടിയുള്ളതല്ല. ഇപ്പം മതമാണ് കൂടുതൽ എല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കണം. മതം ഉണ്ടായതിനെ കൊണ്ട് എല്ലാവരും ഹ്യൂമാനിറ്റിയാണ് വേണ്ടിയത്. ഒരിക്കലും കുട്ടികളെ ഉള്ളിൽ മതം കുത്തിവെക്കരുത്. അതിന്റെ ആവശ്യമില്ല എന്നാണ്. ആവശ്യമില്ല. സ്കൂളുകളിൽ ഇപ്പോ പൊതു സബ്ജക്റ്റുകളൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്. പിന്നെ മതത്തിന്റെ ഇതൊന്നും വേണ്ടെന്നാണ് ഒരു അഭിപ്രായം. കോളേജിൽ അങ്ങനെ പ്രാർത്ഥന വേണ്ടിട്ട് ആവശ്യമില്ല. ഇല്ല, ഞങ്ങളൊക്കെ പുറത്ത് അവിടെ നിസ്കരിക്കാൻ അവിടെ പോയിട്ടാ അവിടെ അടുത്ത് തന്നെ പള്ളി. ഇപ്പൊ ചർച്ചിലാണെങ്കിൽ സൺഡേ ക്ലാസ് ഉണ്ട്, മദ്രസ, അങ്ങനെയൊക്കെ മതപഠനം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വേറെ വല്ല സ്ഥലത്ത് നിന്നത്. ഇപ്പൊ കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒരിക്കലും മതപഠനത്തിനുള്ള ഒരു സ്ഥലമല്ല. ഞാൻ ഇപ്പൊ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ നിസ്കരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ല. പക്ഷേ പ്രാർത്ഥന മുറി ഉണ്ടായ നല്ലതാ. പക്ഷെ അവിടെ ക്ലീൻ ചെയ്ത് അത് ഒരുക്കി കൊണ്ടുപോയൊരു ബുദ്ധിമുട്ടാ. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയൊരു ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥന മുറി അനുവദിക്കുമ്പോൾ അത് എല്ലാ മതങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോ മുസ്ലിംസിന് നമുക്കായിട്ട് നിസ്കാരം അങ്ങനത്തെയൊക്കെ വേണം. അപ്പൊ ഓരോ മതം അപ്പം ബുദ്ധിമുട്ടാവില്ലേ? അതൊരു ബുദ്ധിമുട്ടാവും. ആർക്കും പ്രാർത്ഥന മുറി അങ്ങനെ പോകുന്നില്ല. നല്ലത് ഫുള്ള് ജനറൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ വേണമെന്നാണ്. പ്രാർത്ഥന റൂം വേണം. അതും ജെൻഡറും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ ഇതേപോലെ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം വേണം പ്രാർത്ഥിക്കാൻ ഹിന്ദു കുട്ടികളും പള്ളി വേണമെന്ന് ക്രിസ്ത്യൻ കുട്ടികളും പറയുമ്പോൾ അത് മതേതരമായ ക്യാമ്പസിന്റെ ഉള്ളിൽ ഒരു മതപരമായ ഇഷ്യൂവിന് കാരണമാവില്ല. ഇതിപ്പോ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ കോളേജ് വെച്ചാൽ പഠനം അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പൊ പ്രാർത്ഥനയായിട്ട് അങ്ങനെ ഇതാക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. സയൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രചിന്തയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന് സ്റ്റുഡൻസിന് എൻട്രി ഫ്രീ ആണ്. ഇത് സെപ്റ്റംബറിൽ ഈ പോർട്ടൽ ഓൺ ആവും. നിങ്ങൾ ലിറ്റ്മസ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ ന്യൂറോൺ സെസൻസ് ഗ്ലോബൽ എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. എന്നിട്ട് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിച്ച സുഹൃത്തുക്കളെ പരമാവധി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. അന്ന് ലീവാണ്, ഒക്ടോബർ 12-നാണ്. അപ്പോൾ എല്ലാവരും വരിക.